ഹായ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിരിക്കുന്നു വിചാരിക്കുന്നു. അങ്ങനെ അടുത്തൊരു വീക്കെൻഡ് നമ്മൾ ബെൽജിയത്തിലെ പാർക്കിങ്ങിൽ എത്തിയിട്ടുണ്ട്. ജർമ്മനിയിൽ നിന്ന് എടുത്ത ലോഡ് സീബുർഗിലെ പോർട്ടിൽ കൊണ്ടുപോയി ഡ്രോപ്പ് ചെയ്തിട്ട് നമ്മുടെ സ്വന്തം പാർക്കിങ്ങിൽ കൊണ്ടുപോയിട്ടുണ്ട്. ഇവിടെ വരുമ്പോൾ ഒരു സന്തോഷമാണ്. വേറൊന്നുമല്ല, നമ്മളെ കമ്പനിയിലെ മറ്റ് മലയാളികളെയൊക്കെ കാണാൻ പറ്റും. അധികം ആൾക്കാർ ഇവിടെ ഉണ്ടാവാറുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ വീക്കെൻഡുകളിൽ ഒരുമിച്ച് കൂടി ഭക്ഷണമൊക്കെ വെച്ച് കളർഫുള്ളായിട്ട് നമ്മൾ വീക്കെൻഡുകൾ എൻജോയ് ചെയ്യുന്ന ഒരു ഇടമായി മാറിയിട്ടുണ്ട് ഇത്. അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ കഴിഞ്ഞ ദിവസം നമ്മുടെ കമ്പനിയെക്കുറിച്ചൊരു വീഡിയോ ചെയ്തിരുന്നു. അപ്പോൾ അതിൻ്റെ വന്ന ഒരു കമൻറ്റിനുള്ള ഒരു റിപ്ലൈയും കൂടെയാണ്. അതിനകത്ത് പറഞ്ഞിരിക്കുന്നത്, ഞാൻ കമ്പനിയെ വെള്ളപൂശാൻ ശ്രമിക്കുവാണ്, അതുപോലെ നാട്ടിൽ നിന്ന് വരുന്ന ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്നത് എന്തിനാണ്, ഇവിടെ 85 മുതൽ 95 യൂറോ വരെ സാലറി കിട്ടുന്ന കമ്പനികൾ ഈ യൂറോപ്പിലുണ്ട്, അപ്പം എന്നുള്ള രീതിയിലാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഞാൻ കമ്പനിയെ വെള്ളപൂശുന്ന രീതിയിലൊന്നും ഞാൻ ഒരു വീഡിയോയും ചെയ്തിട്ടില്ല. അതുപോലെ പിന്നെ എന്താ പറയുന്നത്, തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ ഞാൻ ആരെയും തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലൊന്നും ഞാൻ വീഡിയോ ചെയ്യാറില്ല. ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായ കാര്യങ്ങളാണ് ഞാൻ എൻ്റെ വീഡിയോസിൽ ഇടാറുള്ളത്. ഞാൻ ഈ കമ്പനിയിൽ ഇപ്പോൾ 4 മാസമായി വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് ഞാൻ ഇങ്ങോട്ട് വർക്ക് ചെയ്യുമ്പോൾ ഞാൻ ഇവിടെ വന്നപ്പോൾ ഒരു കോൺട്രാക്റ്റ് സൈൻ ചെയ്തിരുന്നു. ആ കോൺട്രാക്റ്റിൽ പറഞ്ഞ സാലറി എനിക്ക് കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട്. അതുപോലെ എനിക്ക് വയലേഷനും കാര്യങ്ങളും ഡ്രൈവിങ്ങിൻ്റെ അകത്ത് വരാറില്ല. എനിക്ക് ഭക്ഷണം കഴിക്കാണ്ടിരിക്കാൻ പറ്റാറില്ല. പിന്നെ അതുപോലെ എനിക്ക് വലിയ ബുദ്ധിമുട്ടായിട്ട് ഈ പണി തോന്നിയിട്ടുമില്ല. കണ്ടെയ്നറിൻ്റെ വർക്കാണ് അത്, ഞാൻ ആ വീഡിയോയിൽ കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട്. പിന്നെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ 85 മുതൽ 95 സാലറി കിട്ടുന്ന കമ്പനികൾ ലിത്വാനിയകളിൽ ഇഷ്ടം പോലെയുണ്ട്. പക്ഷെ അവിടെയൊക്കെ എന്താ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ എക്സ്പീരിയൻസ് ഡ്രൈവർ ആയിരിക്കണം. നമ്മൾ വന്നിട്ട് അവിടെ ടെസ്റ്റുകളുണ്ട്. ടെസ്റ്റ് നമ്മൾ പാസ്സായാൽ മാത്രമേ അടുത്ത ഘട്ടത്തിലേക്ക് പോവുകയുള്ളൂ. പക്ഷേ നമ്മളെ കാർഗോ 24 അങ്ങനെയല്ല. നമുക്ക് ഡ്രൈവറായിട്ട് വരുവാണെങ്കിൽ, നമുക്ക് ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടെങ്കിൽ അവർ നമുക്ക് എന്താ പറയുന്നത്, ബയോമെട്രിക്കും കാര്യങ്ങളൊക്കെ ആദ്യം എടുത്ത് തരും. നമുക്ക് TRCയുടെ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ ശരിയാക്കി തരും. പിന്നെ നമ്മളെ ഡ്രൈവിംഗ് സ്കൂളിൽ വിട്ടിട്ട് നമുക്ക് ടെസ്റ്റും കാര്യങ്ങളൊക്കെ അവിടെ വെച്ചാണ്. അവിടെ നിന്ന് നമ്മളെ പോരായ്മകൾ നിർത്താൻ വേണ്ടിയിട്ട് നമ്മളവിടെ ക്ലാസ് അറ്റൻഡ് ചെയ്യണം. അവിടെ നിന്ന് നമ്മൾ വണ്ടിയെക്കുറിച്ച് വ്യക്തമായി ഓടിക്കാൻ പഠിച്ചതിന് ശേഷമാണ് നമ്മളെ ട്രെയിനിങ്ങിന് വിടുന്നത്. ട്രെയിനിങ് അധിക ദിവസമൊന്നും ഉണ്ടാവില്ല, 15 ദിവസത്തെ ട്രെയിനിങ് ഉണ്ടാവാറുള്ളൂ മാക്സിമം. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് സ്വന്തമായിട്ട് വണ്ടി കിട്ടും. പിന്നെ നമ്മൾ എന്താ പറയുന്നത്, ഡ്യൂട്ടി ചെയ്യാൻ തുടങ്ങാൻ പറ്റും. വേറെ കുഴപ്പങ്ങളും കാര്യങ്ങളൊന്നുമില്ല. പിന്നെ മെയിനായിട്ട് ഈ കഴിഞ്ഞ വീഡിയോ ഇടാൻ കാരണം, നമ്മുടെ കമ്പനിയെക്കുറിച്ച് മോശമായ ഒരു വ്യക്തി ഇട്ട വീഡിയോ എൻ്റെ പേരിലാണ്. പക്ഷേങ്കിൽ പുള്ളി തന്നെ ആ വീഡിയോയിൽ ഉള്ള മിസ്റ്റേക്കുകൾ മനസ്സിലാക്കിയിട്ട് പുള്ളി തന്നെ ആ വീഡിയോ ഇട്ടതിൽ വന്ന തെറ്റുകളെക്കുറിച്ച് പറഞ്ഞൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പഴയ വീഡിയോ എല്ലാവരും എന്നോട് മെൻഷൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷേങ്കിൽ ആ വീഡിയോ നിലവിലില്ലാത്തത് കൊണ്ട് ഞാൻ മെൻഷൻ ചെയ്യാത്തത്. പിന്നെയും കുത്തിപ്പൊക്കുന്നതിൽ കാര്യമില്ല. അത് പുള്ളീനെ തെറ്റിദ്ധരിക്കപ്പെട്ട രീതിയിൽ പറഞ്ഞത് കൊണ്ടാണ് പുള്ളി ആ വീഡിയോ ചെയ്തതെന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഇപ്പോഴും പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പണിയെടുക്കാൻ വരുന്നവർക്ക് ഇവിടെ ഒരു ബുദ്ധിമുട്ടുമില്ല. അത് ആ വീഡിയോയിലിട്ട ബാക്കിയുള്ളവർക്കൊക്കെ മനസ്സിലാവും. ഈ ട്രക്ക് ഫീൽഡിൽ പണിയെടുക്കുന്നത്, യൂറോപ്പിൽ പണിയെടുക്കുന്നവർ സ്വർഗ്ഗത്തിലാണ് പണിയെടുക്കുന്നത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ അതിലും പറ്റില്ല. നമ്മളെല്ലാത്തിലും കുറ്റങ്ങൾ മാത്രം കണ്ട് നിൽക്കുന്ന ആൾക്കാർക്ക് ഇങ്ങോട്ട് കയറി വരേണ്ട ആവശ്യമില്ല. പണിയെടുക്കാൻ വേണ്ടി വരുന്നവർക്ക് വന്നാൽ മതി. പിന്നെ പണിയെടുക്കാൻ ഇത്രയും നല്ലൊരു വർക്കിംഗ് അവേഴ്സും അതുപോലെ വർക്കിംഗ് ഫെസിലിറ്റീസും ഉള്ളിടത്തിൽ നമുക്ക് പണിയെടുക്കാൻ പറ്റാണ്ട് എല്ലാത്തിനും നമ്മൾ കമ്പനിയെ കുറ്റം പറയുന്നതിൽ കാര്യമില്ല എന്നുള്ള രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അത്രയൊക്കെ തന്നെ. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെല്ലാവർക്കും എന്നത്തെയും പോലെ ഇന്നത്തെ ഒരു ദിവസം അടിപൊളിയായിരിക്കട്ടെ.